Hello everyone, welcome back to Rank Excel PSC. SCERT New Textbook Series 10th Social Science Part 1 Unit 4 സമ്പത്തും ലോകവും ആണെന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളിത് 2 വീഡിയോസിലായിട്ടാണ് കേട്ടോ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. സമ്പത്തും ലോകവും. ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ലോകം തുറക്കുകയും അതിൻ്റെ നിധിശേഖരങ്ങളും അതിശയങ്ങളും പ്രദർശിപ്പിക്കുകയും ചെയ്ത അക്കാലം എത്ര അത്ഭുതകരമായിരുന്നിരിക്കണം. സമുദ്രങ്ങളും പുത്തൻ ഭൂഖണ്ഡങ്ങളും അളവറ്റ സമ്പത്തുമെല്ലാം തുറക്കൂ സിസേം എന്ന ഒറ്റ മാന്ത്രിക വചനത്തിനായി കാത്തിരുന്ന പോലെ ഒന്നൊന്നായി കണ്ടുപിടിക്കപ്പെട്ടു. അന്തരീക്ഷം പോലും ഈ സാഹസികതയുടെ മാന്ത്രികതയാൽ നിറഞ്ഞിരിക്കണം. ഈ വാക്കുകൾ 15ാം നൂറ്റാണ്ടിലെ സാഹസികമായ ഭൂമിശാസ്ത്ര പര്യവേക്ഷണങ്ങളെക്കുറിച്ച് ജവഹർലാൽ നെഹ്റു ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന ഗ്രന്ഥത്തിൽ നടത്തുന്ന പരാമർശമാണ്. 15ാം നൂറ്റാണ്ടിൽ ആഫ്രിക്ക, ഏഷ്യ, അമേരിക്ക എന്നീ ഭൂപ്രദേശങ്ങളിൽ എത്തിച്ചേർന്ന യൂറോപ്യർ സവിശേഷമായ ഒട്ടേറെ കാഴ്ചകൾ കണ്ടു. പുതിയ സമുദ്രപാതകൾ തുറന്നിട്ട ഈ അത്ഭുത കാഴ്ചകളെക്കുറിച്ചാണ് 1001 രാവുകളിലെ ആലിബാബയും 40 കള്ളന്മാരും എന്ന കഥയെ സൂചിപ്പിച്ചുകൊണ്ട് നെഹ്റു ഇങ്ങനെ എഴുതിയത്. തുറക്കൂ സിസേം എന്ന രഹസ്യവാക്കിനാൽ തുറക്കുന്ന കാട്ടിലെ ഗുഹയിൽ കള്ളന്മാർ സൂക്ഷിച്ചിരുന്ന നിധിശേഖരം കണ്ട ആലിബാബയുടെ അത്ഭുതത്തോടെയാണ് ഇതര ഭൂഖണ്ഡങ്ങൾ കണ്ട യൂറോപ്യരുടെ അതിശയത്തെ നെഹ്റു ഉപമിക്കുന്നത്. ലോക ചരിത്രത്തിൻ്റെ പിൽക്കാല ഗതിവിഗതികളെ നിർണയിച്ച പ്രധാന ഘടകങ്ങളിലൊന്നാണ് 15-16 നൂറ്റാണ്ടുകളിലെ യൂറോപ്യരുടെ ഭൂമിശാസ്ത്ര പര്യവേക്ഷണങ്ങളും പുതിയ ഭൂപ്രദേശങ്ങളുടെ കണ്ടെത്തലും. നമുക്ക് ഈ ഭാഗത്ത് നിന്ന് മെയിനായിട്ട് കിട്ടുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ 15ാം നൂറ്റാണ്ടിലെ ഭൂമിശാസ്ത്ര പര്യവേക്ഷണങ്ങളെക്കുറിച്ച് നെഹ്റു എഴുതിയ ഗ്രന്ഥം ഏതാണ്? ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി ആണ്. ഇപ്പോൾ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എഴുതിയത് ജവഹർലാൽ നെഹ്റു ആണ്. അദ്ദേഹത്തിൻ്റെ ആ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുള്ള വാക്കുകളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ കണ്ടത്. പിന്നെ ഒരു പോയിന്റ്, 15ാം നൂറ്റാണ്ടിൽ ഏതൊക്കെ ഭൂപ്രദേശങ്ങളിലാണ് യൂറോപ്യർ എത്തിച്ചേർന്നത്? ആഫ്രിക്ക, ഏഷ്യ, അമേരിക്ക ഈ 3 ഭൂഖണ്ഡങ്ങളിലാണ് അല്ലെങ്കിൽ ഭൂപ്രദേശങ്ങളിലാണ് യൂറോപ്യന്മാർ ആദ്യമായിട്ട് എത്തിയത്. ഇനി ഭൂമിശാസ്ത്ര പര്യവേക്ഷണങ്ങൾക്ക് കാരണമായി തീർന്നത് 15ാം നൂറ്റാണ്ടിലെ 2 പ്രധാനപ്പെട്ട സംഭവങ്ങളാണ്. അതിലൊന്ന്, തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത്. പോർച്ചുഗീസ് നാവികർ ആഫ്രിക്കയിലെ ഗിനിയ തീരം വരെ എത്തിച്ചേർന്നത്. ഇപ്പോൾ ലോകത്തെ മാറ്റിമറിച്ച ഭൂമിശാസ്ത്ര പര്യവേക്ഷണങ്ങൾക്ക് തുടക്കം കുറിച്ചത് പോർച്ചുഗലും സ്പെയിനും ആണ് കേട്ടോ. ഇപ്പോൾ ലോകത്തെ മാറ്റിമറിച്ച ഭൂമിശാസ്ത്ര പര്യവേക്ഷണങ്ങൾക്ക് തുടക്കം കുറിച്ചത് പോർച്ചുഗലും സ്പെയിനുമാണ്. അടുത്ത്, കുരുമുളകും യൂറോപ്യരും. ശൈത്യകാലത്ത് ഭക്ഷണ സാധനങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുവാനും ഔഷധ ആവശ്യങ്ങൾക്കുമായാണ് കുരുമുളക് ഉൾപ്പെടെയുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ യൂറോപ്യർ ഉപയോഗിച്ചിരുന്നത്. ഇവ കോൺസ്റ്റാന്റിനോപ്പിൾ വഴിയാണ് അവർക്ക് ലഭിച്ചിരുന്നത്. ഈ പാത അടയ്ക്കപ്പെട്ടതോടെ കടൽ മാർഗത്തിലൂടെയെങ്കിലും ഏഷ്യയിലേക്ക് പുതിയൊരു വാണിജ്യപാത കണ്ടെത്താൻ യൂറോപ്യർ നിർബന്ധിതരായി. ഈ സംഭവങ്ങൾ ലോകത്താകമാനം ദൂരവ്യാപകമായ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കി. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തതോടെ ഏഷ്യയിൽ നിന്നുള്ള കുരുമുളക് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ യൂറോപ്പിലേക്ക് എത്തിയിരുന്നത് കരമാർഗം അടയ്ക്കപ്പെട്ടു. ഇതിനെ തുടർന്ന് യൂറോപ്യർ ഇവ ലഭ്യമാകുന്ന നാട്ടിലേക്കുള്ള ഭൂമിശാസ്ത്ര പര്യവേക്ഷണ യാത്രകൾക്കും തുടർന്ന് പുതിയ പ്രദേശങ്ങളുടെ കണ്ടുപിടുത്തങ്ങൾക്കും തുടക്കം കുറിച്ചു. പോർച്ചുഗീസ് നാവികർ ആഫ്രിക്കയുടെ പടിഞ്ഞാറേ തീരത്തുള്ള ഗിനിയയിൽ എത്തിച്ചേർന്നത് മറ്റൊരു നാഴികക്കല്ലായിരുന്നു. തുടർന്ന് നടന്ന സമുദ്രയാത്രകളും ഭൂമിശാസ്ത്ര പര്യവേക്ഷണങ്ങളും ലോക ചരിത്രത്തെ മാറ്റിയെഴുതി. ഈ യാത്രാ പരമ്പരകളോടെ ലോകത്താകമാനം യൂറോപ്യൻ ആധിപത്യത്തിന് തുടക്കം കുറിച്ചു. ക്രമേണ യൂറോപ്യൻ സംസ്കാരം മറ്റു പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചു. ലോകത്തെ മാറ്റിമറിച്ച ഭൂമിശാസ്ത്ര പര്യവേക്ഷണങ്ങൾക്ക് തുടക്കം കുറിച്ചത് എവിടെയാണ്? പോർച്ചുഗലും സ്പെയിനുമാണ്. ഇതാണ് നമ്മൾ മുമ്പ് പറഞ്ഞത്. പിന്നീട് നെതർലാൻഡ്സ്, ഇംഗ്ലണ്ട്, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ ഈ രംഗത്തേക്ക് കടന്നു വരികയും പുതിയ പ്രദേശങ്ങളുടെ കണ്ടെത്തലിനും അധിനിവേശത്തിലും പങ്കാളികളാവുകയും ചെയ്തു. പുതിയ പ്രദേശങ്ങളുടെ കണ്ടെത്തലിനും അധിനിവേശത്തിനും പങ്കാളികളായിട്ടുള്ള മറ്റ് രാജ്യങ്ങളാണ് നെതർലാൻഡ്സ്, ഇംഗ്ലണ്ട്, ഫ്രാൻസ്. ഏതൊക്കെയാണ്? നെതർലാൻഡ്സ്,
ഇംഗ്ലണ്ട്, ഫ്രാൻസ്. ഇപ്പോൾ ലോകത്തെ മാറ്റിമറിച്ച ഭൂമിശാസ്ത്ര പര്യവേഷണങ്ങൾക്ക് തുടക്കം കുറിച്ചത് പോർച്ചുഗലും സ്പെയിനുമാണ്. പുതിയ പ്രദേശങ്ങളുടെ കണ്ടെത്തലിനും അധിനിവേശത്തിലും പങ്കാളികളായിട്ടുള്ള മറ്റ് രാജ്യങ്ങളാണ് നെതർലാൻഡ്സും ഇംഗ്ലണ്ട്, ഫ്രാൻസ്. ഇനി അറ്റ്ലാന്റിക് സമുദ്രതീരത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അറ്റ്ലാന്റിക് സമുദ്രതീരത്ത് സ്ഥിതി ചെയ്യുന്ന മറ്റ് രാജ്യങ്ങളാണ് പോർച്ചുഗൽ, അതുപോലെ സ്പെയിൻ, ഫ്രാൻസ്, ഇംഗ്ലണ്ട്, നെതർലാൻഡ്സ്. ഇതൊക്കെയാണ് അറ്റ്ലാന്റിക് സമുദ്രതീരത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങൾ. പോർച്ചുഗൽ, സ്പെയിൻ, ഫ്രാൻസ്, ഇംഗ്ലണ്ട്, നെതർലാൻഡ്സ്. ഈ രാജ്യങ്ങളുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം ഭൂമിശാസ്ത്ര പര്യവേക്ഷണങ്ങൾക്ക് സഹായകമായി. സമുദ്ര പര്യവേക്ഷണ യാത്രകൾക്ക് ഈ രാജ്യങ്ങളെ സഹായിച്ച മറ്റ് ഘടകങ്ങളാണ് മഹാസമുദ്രങ്ങൾ മുറിച്ചു കടക്കാൻ ശേഷിയുള്ള കപ്പലുകളുടെ നിർമ്മാണം, കടലിൽ ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന നാവിക ഉപകരണങ്ങളുടെ കണ്ടുപിടുത്തം, ഭരണാധികാരികൾ നൽകിയ ശക്തമായ പിന്തുണ, സൈനിക ശേഷി, സമുദ്ര യാത്രാനുഭവങ്ങൾ, ഭൂപട നിർമ്മാണം, വാന നിരീക്ഷണം എന്നീ മേഖലകളിൽ നേടിയ പുരോഗതി. ഇത്രയുമാണ് സമുദ്ര പര്യവേക്ഷണ യാത്രകൾക്ക് ഈ രാജ്യങ്ങളെ സഹായിച്ച ഘടകങ്ങൾ. അപ്പം മഹാസമുദ്രങ്ങൾ മുറിച്ചടക്കാൻ ശേഷിയുള്ള കപ്പലുകളുടെ നിർമ്മാണം, കടലിൽ ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന നാവിക ഉപകരണങ്ങളുടെ കണ്ടുപിടുത്തം, ഭരണാധികാരികൾ നൽകിയ ശക്തമായ പിന്തുണ, സൈനിക ശേഷി, സമുദ്ര യാത്രാനുഭവങ്ങൾ, ഭൂപട നിർമ്മാണം, വാന നിരീക്ഷണം എന്നീ മേഖലകളിൽ നേടിയ പുരോഗതി. യൂറോപ്യർ ഇതര ഭൂഖണ്ഡങ്ങളിലേക്ക്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലേക്കായിരുന്നു യൂറോപ്യരുടെ ആദ്യത്തെ പര്യവേക്ഷണ യാത്രകൾ. അപ്പോൾ യൂറോപ്യരുടെ ആദ്യത്തെ പര്യവേക്ഷണ യാത്രകൾ നടത്തിയ ഭൂഖണ്ഡം ഏതാണ്? ആഫ്രിക്കയാണ്. ആഫ്രിക്കയിലെ നൈജർ സമതലത്തിലെ സ്വർണത്തെക്കുറിച്ചുള്ള അറിവാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിലേക്കുള്ള സമുദ്രയാത്രകൾക്ക് പോർച്ചുഗലിനെ പ്രധാനമായും പ്രേരിപ്പിച്ചത്. അപ്പോൾ എന്താണ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിലേക്കുള്ള സമുദ്രയാത്രകൾക്ക് പോർച്ചുഗലിനെ പ്രധാനമായും പ്രേരിപ്പിച്ച ഒരു ഘടകം എന്താണ്? ആഫ്രിക്കയിലെ നൈജർ സമതലത്തിലെ സ്വർണത്തെക്കുറിച്ചുള്ള അറിവാണ്. 1415 മൊറോക്കൻ തീരത്തെ സ്യൂത്ത പിടിച്ചടക്കിയതോടുകൂടിയാണ് ആഫ്രിക്കയിലെ പോർച്ചുഗീസ് അധിനിവേശം ആരംഭിക്കുന്നത്. അപ്പോൾ ആഫ്രിക്കയിലെ പോർച്ചുഗീസ് അധിനിവേശം ആരംഭിക്കുന്നത് എപ്പോഴാണ്? 1415 മൊറോക്കൻ തീരത്തെ സ്യൂത്ത പിടിച്ചടക്കിയതോടു കൂടിയിട്ടാണ്. ഈ പ്രദേശം ക്രമേണ പോർച്ചുഗലിന് ധാന്യങ്ങളും മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളും ശേഖരിക്കുന്ന ഇടമായി മാറി. പടിഞ്ഞാറൻ ആഫ്രിക്കയിലുള്ള ബൊജാദർ മുനമ്പ് മുറിച്ചു കടക്കുക എന്നത് പോർച്ചുഗീസുകാർക്ക് ഏറെ ക്ലേശകരമായ കാര്യമായിരുന്നു. 1434 അതിന് സാധിച്ചതോടെ അവർക്ക് പടിഞ്ഞാറൻ ആഫ്രിക്കൻ തീരത്തുള്ള മറ്റു പ്രദേശങ്ങളിൽ എത്തിച്ചേരാൻ എളുപ്പമായി. തൽഫലമായി അടിമകളുടെയും സ്വർണത്തിൻ്റെയും വ്യാപാരത്തിലൂടെ സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ പോർച്ചുഗീസ് രാജാവിന് സാധിച്ചു. ഇത് കൂടുതൽ സമുദ്രയാത്രകൾ സംഘടിപ്പിക്കുവാൻ പോർച്ചുഗീസുകാർക്ക് പ്രേരണയായി. ആഫ്രിക്കൻ വൻകരയ്ക്ക് പുറമെ ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരത്തിന് സമീപത്തുള്ള അറ്റ്ലാന്റിക് ദ്വീപുകളിലും പോർച്ചുഗീസുകാർ ക്രമേണ കൃഷി വ്യാപിപ്പിക്കുകയും കോളനികൾ സ്ഥാപിക്കുകയും ചെയ്തു. ചുരുക്കത്തിൽ ആഫ്രിക്കൻ തീരത്തെ പര്യവേക്ഷണങ്ങളും അറ്റ്ലാന്റിക് ദ്വീപുകളിലെ കോളനിവൽക്കരണവും ഏഷ്യയിലേക്കുള്ള സമുദ്രപാത കണ്ടെത്താനുള്ള പോർച്ചുഗീസുകാരുടെ യാത്രാ പരമ്പരകൾക്ക് പശ്ചാത്തലം ഒരുക്കി. എന്താണ് കോളനിവൽക്കരണം? ഒരു രാജ്യം തങ്ങളുടേതല്ലാത്ത പ്രദേശത്ത് ആധിപത്യം സ്ഥാപിക്കുന്ന പ്രക്രിയയാണെന്ത്? കോളനിവൽക്കരണം. ഇങ്ങനെ സ്ഥാപിക്കുന്ന കോളനികളിൽ സാമ്പത്തിക, രാഷ്ട്രീയ, സാംസ്കാരിക ആധിപത്യത്തിലൂടെ ചൂഷണം നടത്താൻ അധീശ രാജ്യങ്ങൾ ശ്രമിച്ചു. അപ്പോൾ ഒരു രാജ്യം തങ്ങളുടേതല്ലാത്ത പ്രദേശത്ത് ആധിപത്യം സ്ഥാപിക്കുന്നതിനെയാണ് കോളനിവൽക്കരണം എന്ന് പറയുന്നത് കേട്ടോ. അറ്റ്ലാന്റിക് ദ്വീപുകൾ. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ പടിഞ്ഞാറൻ തീരത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപുകളാണ് ഇത് അറ്റ്ലാന്റിക് ദ്വീപുകൾ. അവ ഏതൊക്കെയാണ് അറ്റ്ലാന്റിക് ദ്വീപുകൾ? മദൈര, അസോരസ്, കാനറി, കേപ്പ് വെർദ് എന്നിവയാണ് അതിൽ പ്രധാനപ്പെട്ട ദ്വീപുകൾ. കാർഷികോൽപാദന കേന്ദ്രമായും തുറമുഖ കേന്ദ്രമായും ഈ ദ്വീപുകളെ ഉപയോഗിക്കാൻ കഴിയുമായിരുന്നു.
ഇവിടെ ആധിപത്യം സ്ഥാപിച്ച പോർച്ചുഗീസുകാർ ആഫ്രിക്കയിൽ ഇടപെടാനുള്ള പ്രധാന കേന്ദ്രമായും ഏഷ്യൻ സഞ്ചാരത്തിനു പോകുന്ന കപ്പലുകൾക്ക് വെള്ളവും ഭക്ഷണവും ലഭ്യമാക്കുന്ന ഇടത്താവളമായും ഈ ദ്വീപുകളെ ഉപയോഗപ്പെടുത്തി. പിന്നീട് കാനറി ദ്വീപുകൾ സ്പെയിനിൻ്റെ നിയന്ത്രണത്തിലായി. പോർച്ചുഗീസ് നാവികനായ ബർത്തലോമിയോ ഡയസ് 1488 ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തുള്ള കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിൽ ശുഭപ്രതീക്ഷാ മുനമ്പെന്നും പറയൂട്ടോ എത്തിച്ചേർന്നു. പ്രക്ഷുബ്ധമായ കടൽ മറികടന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ചേരാനാകാതെ അദ്ദേഹം തിരികെ പോയി. ഇതേ തുടർന്ന് പോർച്ചുഗീസുകാർ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രതികൂല സാഹചര്യങ്ങളെ ഭേദിച്ച് സഞ്ചരിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള കപ്പലുകൾ നിർമ്മിച്ചു. അതിനുശേഷം ഈ പാത തന്നെ പിന്തുടർന്ന് സമുദ്രയാത്ര ആരംഭിച്ച വാസ്കോഡ ഗാമ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിലൂടെ ആഫ്രിക്കയുടെ കിഴക്കൻ തീരം ചുറ്റി 1498 ഇന്ത്യയിലെ കോഴിക്കോടുള്ള കാപ്പാട് തീരത്ത് എത്തിച്ചേർന്നു. അപ്പോൾ വാസ്കോഡ ഗാമ കാപ്പാട് തീരത്ത് എത്തിച്ചേർന്ന വർഷമാണ് 1498. ഇതോടെ ഏഷ്യൻ പ്രദേശങ്ങളിലെ യൂറോപ്യൻ ആധിപത്യത്തിന് തുടക്കം കുറിച്ചു. ഭൂമിശാസ്ത്ര പര്യവേക്ഷണങ്ങളിൽ പങ്കാളിയായ മറ്റൊരു രാജ്യമാണ് സ്പെയിൻ. പോർച്ചുഗീസുകാരെ പോലെ ദൈർഘ്യമേറിയ കടൽ തീരവും സമുദ്രയാത്രാ പാരമ്പര്യവും അവർക്കും ഉണ്ടായിരുന്നു. സ്പെയിനിലെ ഭരണാധികാരികളായ ഫെർഡിനൻഡിൻ്റെയും ഇസബെല്ലയുടെയും സഹായവും പര്യവേക്ഷകർക്ക് ലഭിച്ചിരുന്നു. സ്പെയിൻ്റെ സാമ്പത്തിക സഹായത്തോടെ 1492 ഇറ്റാലിയൻ നാവികനായ ക്രിസ്റ്റഫർ കൊളംബസ് വടക്കേ അമേരിക്കയുടെ തെക്ക് കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ബഹാമാസ് ദ്വീപിൽ എത്തിച്ചേർന്നു. അന്നുവരെ യൂറോപ്പിൽ അറിയപ്പെടാതിരുന്ന ഒരു ഭൂഖണ്ഡത്തിൻ്റെ കണ്ടെത്തലിലേക്ക് ഇത് നയിച്ചു. ഇതോടെ ഈ പ്രദേശവും യൂറോപ്യൻ അധിനിവേശത്തിനും ചൂഷണത്തിനും വിധേയമായി തീർന്നു. പുതിയ ലോകം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഈ ഭൂപ്രദേശം പിന്നീട് അമേരിക്ക എന്നറിയപ്പെട്ടു. ഇവിടെ കുറച്ച് ഇയേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുണ്ട്. ഏതൊക്കെയാണ്? 1498 ബർത്തലോമിയോ ഡയസ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിൽ എത്തിച്ചേർന്നു. അപ്പോൾ 1488 കേട്ടോ, അത് ഓർത്ത് വയ്ക്കാം. അതുപോലെ 1498 വാസ്കോഡ ഗാമ കാപ്പാട് തീരത്തെത്തുന്നത്. അതുപോലെ 1492 ആരാണ്? ഇറ്റലിക്കാരനായിട്ടുള്ള ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ബഹാമസ് ദ്വീപിൽ എത്തിച്ചേർന്നു. അതും ഓർത്ത് വയ്ക്കാം. പ്രിൻസ് ഹെൻറി. പോർച്ചുഗീസ് രാജകുമാരനും പര്യവേക്ഷകനുമായ ഹെൻറി സമുദ്രയാത്രകളെ പ്രോത്സാഹിപ്പിച്ചു. 1419 പോർച്ചുഗലിലെ സാഗ്രസിൽ ആദ്യത്തെ നാവിഗേഷൻ സ്കൂൾ അദ്ദേഹം സ്ഥാപിച്ചു. സമുദ്രയാത്രകൾ, ഭൂപട നിർമ്മാണം എന്നീ മേഖലകളിൽ നാവികർക്ക് പരിശീലനം നൽകുക എന്നതായിരുന്നു ഈ സ്കൂളിൻ്റെ ലക്ഷ്യം. അറ്റ്ലാന്റിക് ദ്വീപുകളുടെ കണ്ടെത്തലുകൾക്കും ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരത്തെ പര്യവേക്ഷണങ്ങൾക്കും അദ്ദേഹം നേതൃത്വം നൽകി. അമേരിക്ക എന്ന പേര് വന്നത് എങ്ങനെ? ബർത്തലോമിയോ ഡയസിന് ശേഷം ഏഷ്യയിലേക്കുള്ള സമുദ്രപാത കണ്ടുപിടിക്കാൻ ശ്രമിച്ചത് ആരായിരുന്നു? ക്രിസ്റ്റഫർ കൊളംബസ് ആയിരുന്നു. 1492 അദ്ദേഹം വടക്കേ അമേരിക്കയുടെ സമീപത്തുള്ള ബഹാമാസ് ദ്വീപുകളിൽ എത്തിച്ചേർന്നു. താൻ കണ്ടെത്തിയ പ്രദേശം ഇന്ത്യയാണെന്ന് അദ്ദേഹം കരുതി. പിന്നീട് മറ്റൊരു ഇറ്റാലിയൻ സഞ്ചാരിയായ അമേരിഗോ വെസ്പുച്ചിയാണ് ഇതൊരു പുതിയ ഭൂഖണ്ഡമാണെന്ന് തിരിച്ചറിഞ്ഞത്. അദ്ദേഹം ഈ പ്രദേശത്തെ പുതിയ ലോകം എന്ന് വിളിച്ചു. 1507 ജർമ്മൻ ഭൂപട നിർമ്മാതാവായ മാർട്ടിൻ വാൾസി മുള്ളർ അമേരിഗോ വെസ്പുച്ചിയുടെ പേരുമായി ബന്ധപ്പെടുത്തി ഈ പ്രദേശങ്ങൾക്ക് അമേരിക്ക എന്ന പേര് നൽകി. അപ്പോൾ അമേരിക്ക എന്ന പേര് വന്നത് ഇങ്ങനെയാണ്. ബർത്തലോമിയോ ഡയസിന് ശേഷം ഏഷ്യയിലേക്കുള്ള സമുദ്രപാത കണ്ടുപിടിക്കാൻ ശ്രമിച്ചത് ആരാണ്? ക്രിസ്റ്റഫർ കൊളംബസ് ആണ്. 1492 അദ്ദേഹം വടക്കേ അമേരിക്കയുടെ സമീപത്തുള്ള ബഹാമാസ് ദ്വീപിൽ എത്തുകയും ആ പ്രദേശത്തെ അദ്ദേഹം ഇന്ത്യയാണെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്തു. പക്ഷെ മറ്റൊരു ഇറ്റാലിയൻ സഞ്ചാരിയായിട്ടുള്ള അമേരിഗോ വെസ്പുച്ചിയാണ് ഇത് പുതിയ ഭൂഖണ്ഡമാണെന്നുള്ളത് തിരിച്ചറിഞ്ഞ് അദ്ദേഹം ആ പ്രദേശത്തെ പുതിയ ലോകം എന്നാണ് വിളിച്ചത്. 1507 ജർമ്മൻ ഭൂപട നിർമ്മാതാവായ മാർട്ടിൻ വാൾസി മുള്ളർ അമേരിഗോ വെസ്പുച്ചിയുടെ പേരുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ പ്രദേശങ്ങൾക്ക് അമേരിക്ക എന്ന പേര് നൽകിയത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് എന്തൊക്കെ കിട്ടി? പോർച്ചുഗലിന് ശേഷം ഭൂമിശാസ്ത്ര പര്യവേക്ഷണ രംഗത്തേക്ക് കടന്നു വന്ന യൂറോപ്യൻ രാജ്യം ഏതാണ്? സ്പെയിനാണ്.
അതുപോലെ ദൈർഘ്യമേറിയ കടൽ തീരവും സമുദ്രയാത്രാ പാരമ്പര്യവും ഭരണാധികാരികളുടെ പിന്തുണയൊക്കെയാണ് സ്പെയിനിനെ ഭൂമിശാസ്ത്ര പര്യവേഷണങ്ങൾക്ക് സഹായിച്ച ഘടകങ്ങളെന്ന് നമ്മൾ കണ്ടെത്തി. 1492 ഇറ്റലിക്കാരനായ ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ബഹാമസ് ദ്വീപിലെത്തി എന്നുള്ളത് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ അമേരിക്ക എന്ന പേര് എങ്ങനെയാണ് വന്നത്, ഈ ഒരു പേര് നിർദ്ദേശിച്ചത് 1507 ജർമ്മൻ ഭൂപട നിർമ്മാതാവായിട്ടുള്ള മാർട്ടിൻ വാൾസി മുള്ളറാണ്. അമേരിക്കോ വെസ്പുച്ചിയുടെ പേരുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് അമേരിക്ക എന്ന പേര് നൽകിയത്. ഇക്കാലത്തെ മറ്റ് പ്രധാന ഭൂമിശാസ്ത്ര പര്യവേക്ഷണങ്ങളാണ്, വ്യക്തികളും പര്യവേക്ഷണങ്ങളും കൊടുത്തിട്ടുണ്ട്. പെട്രോ അൽവാരസ് കബ്രാൾ ബ്രസീലാണ് കണ്ടുപിടിച്ചത്. ബ്രസീൽ കണ്ടുപിടിക്കുന്നത് 1500 കേട്ടോ. പെട്രോ അൽവാരസ് കബ്രാളാണ് ബ്രസീൽ കണ്ടുപിടിച്ചത്. ഫെർഡിനാൻഡ് മഗല്ലൻ ആദ്യമായിട്ട് സമുദ്രത്തിലൂടെ ഭൂമിയെ ചുറ്റി സഞ്ചരിച്ച വ്യക്തിയാണ്. ജോൺ കബോട്ട് ന്യൂ ഫൗണ്ട്ലാൻഡ്. അപ്പോൾ ഓരോ വ്യക്തികളും അവർ കണ്ടെത്തിയിട്ടുള്ള പര്യവേക്ഷണങ്ങളുമാണ് കേട്ടോ. പെട്രോ അൽവാരസ് കബ്രാൾ ബ്രസീൽ 1500 ഫെർഡിനാൻഡ് മഗല്ലൻ ആദ്യമായിട്ട് സമുദ്രത്തിലൂടെ ഭൂമിയെ ചുറ്റി സഞ്ചരിച്ചു. ജോൺ കബോട്ട് ന്യൂ ഫൗണ്ട്ലാൻഡ്. എന്താണ് ത്രികോണ വ്യാപാരം? അറ്റ്ലാന്റിക് ത്രികോണ വ്യാപാരത്തിൽ യൂറോപ്പിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ആഫ്രിക്കയിൽ എത്തിച്ച് വിറ്റഴിച്ചു. അവിടെ നിന്ന് അടിമകളെ വാങ്ങി അമേരിക്കയിൽ കൊണ്ടുപോയി വിൽക്കുകയും അമേരിക്കയിൽ നിന്ന് പഞ്ചസാരയും വീഞ്ഞും പരുത്തിയും യൂറോപ്പിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഇങ്ങനെ 3 ഭൂഖണ്ഡങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് യൂറോപ്യർ നടത്തിയ വ്യാപാരമാണ് ത്രികോണ വ്യാപാരം എന്ന് അറിയപ്പെടുന്നത്. ഏതൊക്കെയാണ് 3 ഭൂഖണ്ഡങ്ങൾ? ഇപ്പോൾ ത്രികോണ വ്യാപാരത്തിൽ ഏർപ്പെട്ട ആ 3 ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയാണ്? അമേരിക്ക, യൂറോപ്പ്, ആഫ്രിക്ക. ഭൂമിശാസ്ത്ര പര്യവേക്ഷണങ്ങൾ സുപ്രധാനമായ നിരവധി അനന്തരഫലങ്ങൾ സൃഷ്ടിച്ചു. അവ ഏതൊക്കെയാണ്? അമേരിക്ക, ആഫ്രിക്ക, ഏഷ്യ എന്നീ വൻകരകളിലേക്ക് യാത്ര ചെയ്യുന്നതിനുള്ള ഏറ്റവും പ്രധാന പാതയായി അറ്റ്ലാന്റിക് തീരം മാറി. തൽഫലമായി മെഡിറ്ററേനിയൻ വാണിജ്യം തകരുകയും അറ്റ്ലാന്റിക് തീരത്തെ വാണിജ്യം വളരുകയും ചെയ്തു. അമേരിക്ക, ആഫ്രിക്ക, ഏഷ്യ എന്നീ ഭൂഖണ്ഡങ്ങളിലെ പല പ്രദേശങ്ങളും യൂറോപ്യൻ അധിനിവേശത്തിൻ്റെ കീഴിലായി. ഏഷ്യയിലെ കുരുമുളക് ഉൾപ്പെടെയുള്ള സുഗന്ധവ്യഞ്ജനങ്ങളുടെ വ്യാപാരം യൂറോപ്യൻ കുത്തകയാക്കി മാറ്റാനുള്ള ശ്രമം ആരംഭിച്ചു. തെക്കേ അമേരിക്കയിൽ നിന്ന് വൻതോതിൽ സ്വർണവും വെള്ളിയും യൂറോപ്പിലേക്ക് എത്തി. അവയുടെ ഒരു ഭാഗം ഇന്ത്യയിലേക്കും എത്തി. യൂറോപ്പും ആഫ്രിക്കയും അമേരിക്കയും ഉൾപ്പെടെ ത്രികോണ വ്യാപാരത്തിൻ്റെ വികാസം. സ്വർണം, വെള്ളി എന്നിവ വർദ്ധിച്ച അളവിൽ യൂറോപ്പിൽ എത്തിയതോടെ നാണയ ഉപയോഗത്തിൻ്റെ തോതും വർദ്ധിച്ചു. ക്രമേണ പോർച്ചുഗൽ, സ്പെയിൻ എന്നീ രാജ്യങ്ങളുടെ വ്യാപാരാധിപത്യം തകരുകയും നെതർലാൻഡ്സ്, ഇംഗ്ലണ്ട്, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ ആ സ്ഥാനം കൈയടക്കുകയും ചെയ്തു. ഈ രാജ്യങ്ങൾ തമ്മിലുള്ള കിടമത്സരത്തിൽ നെതർലാൻഡ്സിനെ പിന്തള്ളി ഇംഗ്ലണ്ടും ഫ്രാൻസും ഏഷ്യയിലും ആഫ്രിക്കയിലും അമേരിക്കയിലും കോളനികൾ സ്ഥാപിച്ചു. അങ്ങനെ സ്പെയിൻ, പോർച്ചുഗൽ എന്നീ രാജ്യങ്ങളുടെ അധീനതയിലുണ്ടായിരുന്ന അമേരിക്കൻ പ്രദേശങ്ങളാണ് പിന്നീട് ലാറ്റിൻ അമേരിക്ക എന്നറിയപ്പെട്ടത്. കോളനിവൽക്കരണത്തിലൂടെ സാമ്പത്തിക നേട്ടം കൊയ്യുവാനുള്ള ഇംഗ്ലണ്ട്, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളുടെ കിടമത്സരത്തിനാണ് പിൽക്കാല ലോകം സാക്ഷ്യം വഹിച്ചത്. ഈ ഒരു ഭാഗങ്ങളിൽ പ്രധാനമായും പറയുന്നത് അമേരിക്ക, ആഫ്രിക്ക, ഏഷ്യ എന്നീ ഭൂഖണ്ഡങ്ങളിൽ പല പ്രദേശങ്ങളും യൂറോപ്യൻ അധിനിവേശത്തിൻ്റെ കീഴിലാവുകയും പിന്നെ ഏഷ്യയിലെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ വ്യാപാരം യൂറോപ്യന്മാരുടെ കുത്തകയായി മാറി. തെക്കേ അമേരിക്കയിൽ നിന്നും സ്വർണം, വെള്ളിയൊക്കെ യൂറോപ്പിലോട്ട് ഒഴുകാൻ തുടങ്ങി. ത്രികോണ വ്യാപാരം നാണയ ഉപയോഗത്തിൻ്റെ തോത് വർദ്ധിക്കാനും കാരണമായി. നമുക്കിവിടെ ഒരു ടേബിൾ ഫില്ല് ചെയ്യാനുണ്ട്. രാജ്യങ്ങൾ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ കോളനികൾ ഏഷ്യയിലെയും ആഫ്രിക്ക, അമേരിക്ക എന്നിവിടങ്ങളിലെ കോളനികൾ ഏതൊക്കെയാണെന്നുള്ളതാണ് കണ്ടുപിടിക്കാൻ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളതിവിടെ ചെയ്തിട്ടുണ്ട്, നോക്കാം. പോർച്ചുഗലിൻ്റെ ഏഷ്യയിലെ കോളനിയാണ് ഗോവ. പോർച്ചുഗലിൻ്റെ ആഫ്രിക്കയിലെ കോളനിയാണ് മൊസാംബിക്. സുഡാനല്ല, സ്യൂത്തയാണ് കേട്ടോ. പോർച്ചുഗലിലെ ആഫ്രിക്കയിലെ കോളനികളാണ് മൊസാംബിക്കും സ്യൂത്തയും. അമേരിക്കയിൽ പോർച്ചുഗലിൻ്റെ കോളനി ബ്രസീലാണ്. അതുപോലെ തന്നെ ഏഷ്യയിലെ സ്പെയിൻ്റെ കോളനിയാണ് ഫിലിപ്പൈൻസ്. ആഫ്രിക്കയിലെ കാനറി ദ്വീപുകളാണ്. അമേരിക്കയിലെ മെക്സിക്കോ, പെറു ഇതെല്ലാം സ്പെയിൻ്റെ കോളനികളാണ്. നെതർലാൻഡ്സിൻ്റെ ഏഷ്യയിലെ
കോളനിയാണ് ഇന്തോനേഷ്യ, ഡച്ച് ഈസ്റ്റ് ഇൻഡീസ്. ആഫ്രിക്കയിലുള്ളതാണ് കേപ്പ് കോളനി. അമേരിക്കയിലുള്ളതാണ് സുരിനാം, ന്യൂ നെതർലാൻഡും ഉണ്ട് കേട്ടോ. സുരിനാം, ന്യൂ നെതർലാൻഡ്. ഇനി ഫ്രാൻസിൻ്റെ ഏഷ്യയിലെ കോളനിയാണ് പോണ്ടിച്ചേരി. ആഫ്രിക്കയിലെ കോളനിയാണ് സെനഗൽ. അമേരിക്കയിലെ കോളനിയാണ് ക്യൂബെക്, കാനഡ. ഇനി ഇംഗ്ലണ്ടിൻ്റെ ഏഷ്യയിലെ കോളനിയാണ് ഇന്ത്യ. ആഫ്രിക്കയിലെ കോളനികളാണ് നൈജീരിയ, കെനിയ. അതുപോലെ അമേരിക്കയിലെ കോളനികളാണ് അമേരിക്കയിലെ 13 ഇംഗ്ലീഷ് കോളനികളും ഗയാന. അപ്പോൾ ഇവയൊക്കെയാണ് രാജ്യങ്ങളും അവർ സ്ഥാപിച്ചിട്ടുള്ള കോളനികൾ. ഓരോ ഭൂഖണ്ഡങ്ങളിലും അവരുടെ കോളനികളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഈ ഒരു ടേബിൾ നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി അടുത്തതാണ് മെർക്കൻറ്റിലിസം. എന്താണ് മെർക്കൻറ്റിലിസം? 1499 ഇന്ത്യയിൽ നിന്ന് മടങ്ങിയെത്തിയ വാസ്കോഡ ഗാമയ്ക്ക് മാനുവൽ രാജാവും രാജ്യസഭയും മികച്ച സ്വീകരണം നൽകി. അപ്പോൾ ആ സ്വീകരണം നൽകുന്ന വേളയിൽ രാജ്യസഭയിൽ ഒരു അംഗമായിട്ടുള്ള വിമിയോസോ പ്രഭു വാസ്കോഡ ഗാമയോട് ഇങ്ങനെ ചോദിച്ചു, ഇന്ത്യയിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ചരക്കുകൾ ലഭിക്കും? പകരം ഇന്ത്യക്കാർക്ക് എന്താണ് വേണ്ടത്? കുരുമുളക്, കറുവപ്പട്ട, ഇഞ്ചി, കുന്തിരിക്ക, കസ്തൂരി എന്നിവ ഇന്ത്യയിൽ നിന്ന് ലഭിക്കുമെന്നും സ്വർണം, വെള്ളി, വെൽവെറ്റ്, സ്കാർലറ്റ് തുണി എന്നിവയാണ് പകരം ഇന്ത്യക്കാർക്ക് വേണ്ടതെന്നും വാസ്കോഡ ഗാമ മറുപടി പറഞ്ഞു. തുടർന്ന് പ്രഭു ഇങ്ങനെ പ്രതികരിച്ചു, അങ്ങനെയെങ്കിൽ അവർ നമ്മളെയാണ് കണ്ടുപിടിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയെങ്കിൽ അവർ നമ്മളെയാണ് കണ്ടുപിടിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. ഈ വാചകം പറഞ്ഞത് ആരാണ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ആരാണ്? വിമിയോസോ പ്രഭു ആണ്. ആരോടാണ് ചോദിച്ചത്? വാസ്കോഡ ഗാമയോട് കേട്ടോ. അപ്പം അക്കാലത്ത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? അപ്പം ആ സമയത്ത് യൂറോപ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക നയമൊക്കെ സ്വർണവും വെള്ളിയും നേടുക എന്നതായിരുന്നു. അപ്പോൾ സ്വർണവും വെള്ളിയും ഇന്ത്യക്കാർക്ക് നൽകേണ്ടി വരുമെന്ന് വാസ്കോഡ ഗാമ പറഞ്ഞപ്പോഴാണ് പ്രഭു പ്രതികരിക്കാനുണ്ടായ കാരണം. അപ്പോൾ വ്യാപാരത്തിലൂടെ സ്വർണവും വെള്ളിയും നേടുക എന്നതിന് പ്രാധാന്യം നൽകുന്ന അക്കാലത്തെ സാമ്പത്തിക നയത്തെയാണ് മെർക്കൻറ്റിലിസം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ വ്യാപാരത്തിലൂടെ സ്വർണവും വെള്ളിയും നേടുക എന്നതിന് പ്രാധാന്യം നൽകുന്ന സാമ്പത്തിക നയമാണ് മെർക്കൻറ്റിലിസം. ഈ നയപ്രകാരം ഒരു രാജ്യത്തിൻ്റെ കൈവശമുള്ള സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ശേഖരമാണ് ആ രാജ്യത്തിൻ്റെ സമ്പത്തിനെ നിർണ്ണയിക്കുന്നത്. ഈ നയം പിന്തുടർന്ന രാജ്യങ്ങൾ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും രൂപത്തിൽ സമ്പത്ത് ശേഖരിക്കാൻ ഉത്സാഹിച്ചു. തങ്ങളുടെ രാജ്യത്തേക്കുള്ള ഇറക്കുമതി കുറയ്ക്കുകയും കയറ്റുമതി വർദ്ധിപ്പിക്കുകയും ചെയ്തുകൊണ്ട് തങ്ങളുടെ കൈവശമുള്ള സമ്പത്ത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പരമാവധി സമ്പത്ത് ആർജിക്കാനും കഴിയുമെന്നാണ് മെർക്കൻറ്റിലിസ്റ്റ് നയത്തിൻ്റെ സവിശേഷത. അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക നയം എന്ന് പറഞ്ഞാൽ സ്വർണവും വെള്ളിയും നേടുക എന്നുള്ളതാണ്. അപ്പോൾ വ്യാപാരത്തിലൂടെ ഈ സ്വർണവും വെള്ളിയും നേടുക എന്നതിന് പ്രാധാന്യം നൽകുന്ന സാമ്പത്തിക നയമാണ് മെർക്കൻറ്റിലിസം. അപ്പോൾ ഈ സ്വർണവും വെള്ളിയൊക്കെ ഈ സുഗന്ധവ്യഞ്ജനങ്ങൾക്ക് പകരമായി കൊടുക്കേണ്ടി വരും എന്നറിഞ്ഞപ്പോഴാണ് വിമിയോസോ പ്രഭു അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയെങ്കിൽ അവർ നമ്മളെയാണ് കണ്ടുപിടിച്ചത് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം സ്വർണവും വെള്ളിയൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നേടുക എന്നുള്ളതായിരുന്നു അന്നത്തെ ആ ഒരു സാമ്പത്തിക നയം. എന്താണ് ബുള്ളിയൻ നാണയം? സമ്പത്ത് എന്ന നിലയ്ക്ക് ശേഖരിച്ച സ്വർണം, വെള്ളി എന്നീ വിലപിടിപ്പുള്ള ലോഹങ്ങളാണ് ബുള്ളിയൻ എന്ന് വിളിക്കപ്പെടുന്നത് കേട്ടോ. ബുള്ളിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സമ്പത്ത് എന്ന നിലയ്ക്ക് സ്വർണവും വെള്ളി എന്നീ വിലപിടിപ്പുള്ള ലോഹങ്ങളെയാണ് ബുള്ളിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ബുള്ളിയൻ നാണയത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങളുടെ അളവും അതിൻ്റെ മൂല്യവുമാണ് വിനിമയത്തിന് പരിഗണിക്കപ്പെടുന്നത്. ഉദാഹരണം, ഒരു സ്വർണ്ണ നാണയത്തിലെ സ്വർണത്തിൻ്റെ മൂല്യം അതിൻ്റെ വിനിമയ മൂല്യമായിട്ട് പരിഗണിക്കുന്നതാണ് ബുള്ളിയൻ സമ്പ്രദായം എന്ന് പറയുന്നത്. കൊളോണിയൽ നയങ്ങൾ. എന്താണ് കൊളോണിയൽ നയങ്ങൾ? കോളനികളിൽ നിന്ന് പരമാവധി സമ്പത്ത് തങ്ങളുടെ രാജ്യങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ അധീശ രാജ്യങ്ങൾ നടപ്പിലാക്കുന്ന നയങ്ങളെയും തന്ത്രങ്ങളെയുമാണ് പറയുന്നത് കൊളോണിയൽ നയങ്ങൾ എന്ന് വിളിക്കുന്നത്. ഏഷ്യയിലെ സുഗന്ധദ്രവ്യങ്ങളുടെ വ്യാപാര കുത്തക അറബികളിൽ നിന്ന് പിടിച്ചെടുക്കുക എന്നതായിരുന്നു പോർച്ചുഗീസുകാരുടെ കൊളോണിയൽ നയത്തിൻ്റെ മുഖ്യ ലക്ഷ്യം. ഈ നയപ്രകാരം കോളനികളിലെ വ്യാപാരം പോർച്ചുഗീസ് രാജാവിൻ്റെ കുത്തകയായി മാറി. മറ്റ് യൂറോപ്യൻ ശക്തികളെ ഈ വ്യാപാരത്തിൽ നിന്ന് അകറ്റി നിർത്തുവാനും അവർ ശ്രമിച്ചു. ഇക്കാരണത്താൽ പോർച്ചുഗീസുകാരല്ലാത്ത യൂറോപ്യരെ പോർച്ചുഗീസ് കപ്പലുകളിൽ യാത്ര ചെയ്യാൻ അവർ അനുവദിച്ചിരുന്നില്ല.
അപ്പോൾ സ്പെയിനും തങ്ങളുടെ കോളനികളെ രാജാവിൻ്റെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലാക്കി. അമേരിക്കയിൽ നിന്നുള്ള സ്വർണവും വെള്ളിയും സ്പെയിനിലേക്ക് പരമാവധി എത്തിക്കാൻ അവർ ശ്രമിച്ചു. ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികൾ വഴിയാണ് വ്യാപാരം നടത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ പോർച്ചുഗൽ, സ്പെയിൻ എന്നീ രാജ്യങ്ങളുടെ കോളനികളുമായുള്ള വ്യാപാരം രാജാക്കന്മാർ നേരിട്ടാണ് നടത്തിയിരുന്നത്. രാജാക്കന്മാർ വ്യാപാരത്തിലൂടെ കൈവരിച്ച സാമ്പത്തിക ലാഭം കൊട്ടാരങ്ങൾ നിർമ്മിക്കുന്നതിനും മോടി പിടിപ്പിക്കുന്നതിനും വേണ്ടി ചെലവഴിച്ചു. കമ്പനികളാകട്ടെ അവർ സ്വന്തമാക്കിയ ലാഭം വീണ്ടും വ്യാപാരത്തിൽ നിക്ഷേപിച്ച് കൂടുതൽ വരുമാനം നേടി. ഇത് ഇംഗ്ലണ്ടിൽ വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. ഇപ്പോൾ ഇംഗ്ലണ്ടിലെ വ്യവസായവൽക്കരണത്തിന് സഹായകമായത് എന്താണ്? സമ്പത്തിൻ്റെ ഫലപ്രദമായിട്ടുള്ള വിനിയോഗമാണ്. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി മൂലധനത്തിൻ്റെ ഏകീകരണത്തിന് പ്രാധാന്യം നൽകി രൂപീകരിക്കുന്നവയാണ് എന്ത്? ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികൾ എന്ന് അറിയപ്പെടുന്നത്. മൂലധനത്തിൻ്റെ യൂണിയൻ ഓഫ് ക്യാപിറ്റൽ അതിൻ്റെ ഏകീകരണത്തിന് പ്രാധാന്യം നൽകി രൂപീകരിക്കുന്നവയാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികൾ. ഇവ വിവിധ സ്രോതസ്സുകളിൽ നിന്നും മൂലധനം ഏകീകരിക്കുകയും നിക്ഷേപത്തിന് സൗകര്യമൊരുക്കുകയും ചെയ്യുന്നു. ഓരോ നിക്ഷേപകർക്കും ഇതിൽ ഓഹരി ഉണ്ടായിരിക്കുന്നതാണ്. കോളനിവൽക്കരണവും തദ്ദേശീയ ജനതയും. അപ്പോൾ കപ്പലിലെത്തിയ ഞാൻ കണ്ടത് ഒന്നിച്ച് ചങ്ങലക്കിടപ്പെട്ട ദുരവസ്ഥയും ദുഃഖവും മാത്രം പ്രതിഫലിക്കുന്ന മുഖഭാവമുള്ള ഒട്ടേറെ കറുത്ത വർഗ്ഗക്കാരെയാണ്. ഡെക്കിലേക്ക് വലിച്ചെറിയപ്പെട്ട എൻ്റെ മൂക്കിൽ ജീവിതത്തിലെ ഏറ്റവും രൂക്ഷഗന്ധം അടിച്ചു കയറി. തന്മൂലം ഭക്ഷണം കഴിക്കാൻ സാധിക്കാതെ മരിക്കാൻ ആശിച്ചുപോയ എന്നെ ഒരു വെള്ളക്കാരൻ മലർത്തിക്കിടത്തി കാലുകൾ ബന്ധിച്ചു. മറ്റൊരാൾ എന്നെ ഭീകരമായി ചാട്ടയടിച്ചു. ഒരു ദിവസം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ ഒരുമിച്ച് വിലങ്ങ് വെക്കപ്പെട്ട 2 പേർ ഈ ദുരിത ജീവിതത്തേക്കാൾ മരണം തിരഞ്ഞെടുത്ത് കടലിലേക്ക് എടുത്തു ചാടി. രോഗം മൂലം ചങ്ങലയില്ലാതിരുന്ന മറ്റൊരാൾ പിന്നാലെ ചാടി. അവരെ അനുഗമിക്കാൻ ആശിച്ച ഒട്ടേറെ പേർക്ക് അതിന് കഴിയാതിരുന്നത് കപ്പലധികാരികൾ തടഞ്ഞതുകൊണ്ട് മാത്രമാണ്. ആദ്യത്തെ 2 പേർ മുങ്ങി മരിച്ചു. മൂന്നാമനെ പിടികൂടിയ അധികാരികൾ മരണം ആശിച്ചതിൻ്റെ പേരിൽ അവനെ ചാട്ടയടിക്ക് വിധേയനാക്കി. അപ്പോൾ യൂറോപ്യൻ അടിമക്കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട ഒലൗദ ഇക്കിയാനോ എന്ന ആഫ്രിക്കൻ സ്വദേശിയുടെ വിവരണമാണ് നമ്മളിപ്പോൾ വായിച്ചത് കേട്ടോ. അപ്പോൾ യൂറോപ്യൻ അടിമക്കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട ആഫ്രിക്കൻ സ്വദേശി ആരാണ്? ഒലൈദ ഇക്കിയാനോ. ഇപ്പോൾ യൂറോപ്യരുടെ കോളനിവൽക്കരണം തദ്ദേശീയ ജനതയുടെ മേൽ സൃഷ്ടിച്ച അനന്തരഫലങ്ങളിലൊന്നാണ് ആഫ്രിക്കയിലെ അടിമത്വവും അടിമ വ്യാപാരവും. അപ്പോൾ കോളനിവൽക്കരണത്തിൻ്റെ മറ്റു ഫലങ്ങൾ എന്തൊക്കെയാണ്? യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കോളനികളുടെ സമ്പത്തൊഴുകി. തദ്ദേശീയർക്ക് തങ്ങളുടെ പ്രദേശങ്ങൾക്കു മേലുള്ള സാമ്പത്തിക രാഷ്ട്രീയ അധികാരങ്ങൾ നഷ്ടപ്പെട്ടു. കോളനികളിലെ തദ്ദേശീയ സംസ്കാരങ്ങൾ തകർച്ച നേരിട്ടു. കോളനികളിൽ പാശ്ചാത്യ ജീവിത രീതികളുടെ വ്യാപനമുണ്ടായി. ക്രിസ്തുമതം കോളനികളിൽ പ്രചരിപ്പിക്കപ്പെട്ടു. ഇവയ്ക്കാണ് കോളനിവൽക്കരണത്തിൻ്റെ മറ്റ് ഫലങ്ങൾ. ഇനി സ്പെയിൻകാരനായ ഹെർണൻ കോർട്ടസും സംഘവും മെക്സിക്കോയിലെ അമേരിക്കൻ ഭൂഖണ്ഡമാണ് ആസ്റ്റെക്കുകളുടെ തലസ്ഥാനമായ ടെനോച്ചിറ്റ്ലാനിൽ എത്തിയപ്പോഴുള്ള രംഗമാണ് ചിത്രത്തിൽ കാണിക്കുന്നത്. തദ്ദേശീയർ അവർക്ക് ഭക്ഷണവും സമ്മാനങ്ങളും നൽകുന്നു. ചിത്രത്തിൽ ഹെർണൻ കോർട്ടസിന് സമീപം നിൽക്കുന്ന തദ്ദേശവാസിയായ ഡോണ മരീനയായിരുന്നു ദ്വിഭാഷി. ഇത്തരം ദ്വിഭാഷികളുടെ സഹായത്തോടെയാണ് യൂറോപ്യൻ തദ്ദേശീയരുമായിട്ട് സംവദിച്ചിരുന്നത്. പുതുലോകം മാറുന്ന സാമ്പത്തിക ക്രമങ്ങൾ. ഭൂമിശാസ്ത്ര പര്യവേക്ഷണങ്ങൾ ആഗോള വ്യാപാര രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് വഴിതുറന്നു. അങ്ങനെ വ്യാപാര രംഗത്ത് നേരത്തെ മുതൽ പ്രവർത്തിച്ചിരുന്നവർ ഇതോടെ അതിസമ്പന്നരായി മാറി. ഇവരെ കച്ചവട മുതലാളിമാർ എന്നാണ് വിളിച്ചിരുന്നത് കേട്ടോ. ഇവരെന്താ വിളിച്ചിട്ടുണ്ടായിരുന്നത്? കച്ചവട മുതലാളിമാർ. ഈ സമ്പത്ത് വ്യവസ്ഥയാണ് കച്ചവട മുതലാളിത്തം എന്ന് വിളിക്കുന്നത്. അപ്പോൾ കച്ചവട മുതലാളിമാരെ ഗ്രാമീണ മേഖലയിൽ താമസിച്ചിരുന്ന കൈത്തൊഴിലുകാർക്ക് അസംസ്കൃത വസ്തുക്കൾ വിതരണം ചെയ്യുകയും കൈത്തൊഴിലുകാർ അവരുടെ വീടുകൾ കേന്ദ്രീകരിച്ച് ഉൽപ്പാദനം നടത്തുകയും ചെയ്തിരുന്നു. കൈത്തൊഴിലുകാർക്ക് അവരുടെ സേവനത്തിന് പ്രതിഫലം നൽകിയ ശേഷം ഇവർ ഈ ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് വിറ്റഴിക്കുകയും ലാഭം നേടുകയും ചെയ്തു. ഇത്തരത്തിൽ ഉൽപ്പാദകരുടെയും ഉപഭോക്താക്കളുടെയും ഇടയിലെ മധ്യവർത്തികളായി കച്ചവട മുതലാളിമാർ മാറി. കോളനിവൽക്കരണത്തിലൂടെ നേടിയ സമ്പത്ത് ഉപയോഗിച്ച് ഇംഗ്ലണ്ട് വ്യവസായശാലകൾ ആരംഭിച്ചു. ഇങ്ങനെ സമ്പത്ത് നിക്ഷേപിച്ചവർ വ്യവസായശാലകളുടെ ഉടമസ്ഥരാവുകയും വൻതോതിൽ ലാഭം നേടുകയും ചെയ്തു. ഇതോടെ കച്ചവട മുതലാളിത്തം വ്യാവസായിക മുതലാളിത്തത്തിന്
വഴിതെളിച്ചു. അങ്ങനെ ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസത്തിന് വഴിതെളിക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ വ്യാവസായിക വിപ്ലവത്തിലേക്ക് ഫ്രഞ്ച് വിപ്ലവം യൂറോപ്പിൽ യുദ്ധത്തിൻ്റെ അഗ്നിക്ക് വഴിമാറുന്ന വേളയിൽ ചാനലിനിപ്പുറത്ത്, ദാറ്റ് മീൻസ് ഇംഗ്ലീഷ് ചാനൽ, പകൽ സൂര്യനെ തടഞ്ഞുകൊണ്ടും രാത്രി ആകാശത്തെ ഭാസുരമാക്കിക്കൊണ്ടും ഇംഗ്ലണ്ടിലെ ഫാക്ടറികളിലെ ചിമ്മിനികളിൽ നിന്ന് തീയും പുകയും ഉയർന്നു തുടങ്ങി. അപ്പോൾ ഇംഗ്ലണ്ടിലെ ഒരു ഇരുമ്പ് വ്യവസായശാലയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ 18-ാം നൂറ്റാണ്ടോടുകൂടി ഇംഗ്ലണ്ടിൽ ഉയർന്നു വന്ന ഫാക്ടറികളെക്കുറിച്ചുള്ള സൂചനയാണ് നമ്മളിപ്പോൾ വായിച്ചിട്ടുള്ള ആ ഒരു വിവരണത്തിൽ നൽകിയിട്ടുള്ളത്. ഇനി ഈ ഫാക്ടറികൾ യന്ത്രങ്ങൾ ഉപയോഗിച്ച് വൻതോതിൽ ഉൽപ്പാദനം നടത്തി. ഉൽപ്പാദന മേഖലയിലേക്കുള്ള യന്ത്രങ്ങളുടെ കടന്നുവരവ് നിരവധി മാറ്റങ്ങൾ സൃഷ്ടിച്ചു. 1780-നും 1850-നും ഇടയിൽ ഉൽപ്പാദന രംഗത്തുണ്ടായ ഇത്തരം മാറ്റങ്ങളെയാണ് വ്യാവസായിക വിപ്ലവം എന്ന് വിളിക്കുന്നത്. വ്യാവസായിക വിപ്ലവത്തിൻ്റെ ആരംഭം തുണി ഉൽപ്പാദന മേഖലയിലായിരുന്നു. അപ്പോൾ വ്യാവസായിക വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് ഏത് ഉൽപ്പാദനമായിരുന്നു? തുണി ഉൽപ്പാദന മേഖലയാണ്. അല്ലെങ്കിൽ വ്യാവസായിക വിപ്ലവത്തിന് തുടക്കം കുറിച്ച മേഖല തുണി ഉൽപ്പാദന മേഖലയാണ്. എന്താണ് കാർഷിക വിപ്ലവം? 17-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലെ കാർഷിക രംഗത്തുണ്ടായ വലിയ മാറ്റങ്ങളെ സൂചിപ്പിക്കാനാണ് കാർഷിക വിപ്ലവം എന്ന പദം ഉപയോഗിക്കുന്നത്. കാർഷിക വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രധാന മാറ്റങ്ങളാണ് ചെറിയ കൃഷിയിടങ്ങളെ കൂട്ടിച്ചേർത്ത് വലിയ കൃഷിയിടങ്ങളാക്കി വേലി കെട്ടി സംരക്ഷിച്ചു. വിളമാറ്റ കൃഷി ആരംഭിച്ചു. പുതിയ കാർഷിക ഉപകരണങ്ങളുടെ ഉപയോഗമാണ് തൽഫലമായിട്ട് ഭക്ഷ്യോൽപാദനത്തിൽ വർധനവുണ്ടായി. ഇതാണ് കാർഷിക വിപ്ലവം. അപ്പോൾ 17-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലെ കാർഷിക രംഗത്തുണ്ടായ മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നതാണ് കാർഷിക വിപ്ലവം എന്ന പദം ഉപയോഗിക്കുന്നത്. ഇനി വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഫലമായി ഉണ്ടായ പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഉൽപാദനം യന്ത്രാധിഷ്ഠിതമായി. മെച്ചപ്പെട്ട ഇരുമ്പുരുക്ക് സാങ്കേതിക വിദ്യ വികസിക്കുകയും തൽഫലമായി മികച്ച ഉപകരണങ്ങൾ നിർമ്മിക്കപ്പെടുകയും ചെയ്തു. ഊർജ സ്രോതസ്സായി ആവി ഉപയോഗിച്ചു തുടങ്ങി. ഗതാഗത സൗകര്യങ്ങൾ വികസിച്ചു. ഉൽപാദനം കുടിലുകളിൽ നിന്നും ഫാക്ടറികളിലേക്ക് മാറി. ഇനി വ്യാവസായിക വിപ്ലവം മനുഷ്യജീവിതത്തിൽ ഗുണകരവും ദോഷകരവുമായിട്ടുള്ള മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി. അവ ഏതൊക്കെയാണ്? ഇതിൽ നിന്നുണ്ടായിട്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാക്ടറികളുടെ ഉദയം, ഉൽപാദന വർധനവ്, പുതിയ തൊഴിലവസരങ്ങൾ, നഗരങ്ങളുടെ ഉദയവും വ്യാപനവും, നാഗരിക ജീവിതം, മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ. ഈ വ്യാവസായിക വിപ്ലവം നമുക്ക് എങ്ങനെയൊക്കെയാണ് ദോഷകരമായിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴിലാളികളെ ചൂഷണം ചെയ്യാൻ തുടങ്ങി. ദാരിദ്ര്യം, പകർച്ചവ്യാധി, സ്ത്രീകൾക്കും കുട്ടികൾക്കും ദൈർഘ്യമേറിയ തൊഴിൽ സമയവും കുറഞ്ഞ വേതനവും, ചേരികളുടെ ഉദയം, തിരക്കേറിയതും ശുചിത്വമില്ലാത്തതുമായ നഗരങ്ങളിൽ തൊഴിലാളികൾക്ക് ദുരിത ജീവിതം. ഇതൊക്കെയാണ് വ്യാവസായിക വിപ്ലവം മനുഷ്യ ജീവിതത്തിൽ വരുത്തിയിട്ടുള്ള ഗുണവും ദോഷകരവുമായിട്ടുള്ള മാറ്റങ്ങൾ. സെൻറ്റ് ഗിൽസ്. ലണ്ടൻ നഗരത്തിലെ സെൻറ്റ് ഗിൽസ് ചേരിയിലെ ദാരിദ്ര്യത്തെ സൂചിപ്പിക്കുന്ന ചിത്രമാണ് ഇവിടെ തന്നിട്ടുള്ളത്. സെൻറ്റ് ഗിൽസ് ചേരിയിലൊരു ചിത്രമാണ്. അപ്പോൾ വെടിപ്പാക്കപ്പെടാത്ത കുട്ടികൾ, നീണ്ട് ചീകി ഒതുക്കാത്ത മുടിയുള്ള കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങളുടുത്ത പുകവലിക്കുന്ന ഏറെയും അയർലൻഡിൽ നിന്ന് വന്ന ക്ഷീണിച്ച അവശരായ പുരുഷന്മാർ, ഷൂവും കാലുറയും ഇല്ലാത്ത, മിക്കവാറും ഒരു കുഞ്ഞിനെ മാറത്തു ചേർത്തിട്ടുള്ള അരയോട് ചേർത്തൊരു വള്ളി കൊണ്ട് കെട്ടിയ ഒറ്റയുടുപ്പ് മാത്രമിട്ട സ്ത്രീകൾ, ചെന്നായ്ക്കളെ പോലുള്ള നായ്ക്കൾ, ചീഞ്ഞ പച്ചക്കറികൾ ചിതറിക്കിടക്കുന്ന നടപ്പാതകൾ, ഉയരം കുറഞ്ഞ വീടുകൾ, തെരുവിനു കുറുകെ തൂക്കിയിട്ടിരിക്കുന്ന ലിനൻ, ജോലിക്കിടയിൽ സ്തംഭിച്ചുപോയ ജനത, ഷൂട്ടിംഗ് ജാക്കറ്റുകളുടെ അവശിഷ്ടങ്ങളുടെ ഇടയിലും ജനൽപ്പാളികൾ ചാരിയും മുറ്റവും പാതയും തടസ്സപ്പെടുത്തി വിശ്രമിക്കുന്നവർ, അവർക്കു ചുറ്റും ഉറക്കമൊഴിഞ്ഞിട്ടെന്നോണം തളർന്ന അവശരായ ബാലന്മാർ, ബഹുജനങ്ങളും അവരുടെ ജീവനോപാധികളും തമ്മിലുള്ള ബന്ധം മുൻപൊരിക്കലും ഇത്രയ്ക്ക് മോശമായിരുന്നില്ല. പറഞ്ഞു വ്യാവസായിക വിപ്ലവത്തിലൂടെ ചേരികൾ ഉണ്ടായി. അതുപോലെ തന്നെ അവിടെ തിരക്കേറിയതും വൃത്തിയില്ലാത്ത നഗരങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ആ നഗരങ്ങളിലെ തൊഴിലാളികളുടെ ദുരിത ജീവിതമൊക്കെ പറഞ്ഞു. അപ്പോൾ അതിനെ കാണിക്കുന്ന ഒരു വിവരണമാണ് ഇവിടെ നൽകിയിട്ടുള്ളത് കേട്ടോ. വ്യവസായവൽക്കരണത്തിൻ്റെ കോട്ടങ്ങളാണ് നമ്മളിപ്പോൾ ഇതിൽ കണ്ടത്. ഇനി വ്യാവസായിക മുതലാളിത്ത ചൂഷണത്തിനെതിരെ വിവിധ തരത്തിലുള്ള പ്രതിഷേധങ്ങളും ആശയങ്ങളും
ഉയർന്നു വന്നു. ഇതിൽ സുപ്രധാനമായിരുന്നു സോഷ്യലിസ്റ്റ് ആശയങ്ങൾ, വിഭവങ്ങളുടെ നീതിയുക്തമായ വിതരണവും ഉൽപാദനോപാധികളുടെ പൊതു ഉടമസ്ഥതയുമായിരുന്നു സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ കേന്ദ്രബിന്ദു. അപ്പോൾ സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ കേന്ദ്രബിന്ദു എന്താണ്? വിഭവങ്ങളുടെ നീതിയുക്തമായ വിതരണവും ഉൽപാദനോപാധികളുടെ പൊതു ഉടമസ്ഥതയുമാണ്. ആദ്യകാലത്ത് ഒരു സങ്കല്പമോ സ്വപ്നമോ ആയിരുന്ന സോഷ്യലിസത്തെ പ്രായോഗികവും ശാസ്ത്രീയവുമായ ഒരു പ്രത്യയശാസ്ത്രമാക്കി മാറ്റിയതാരാണ്? കാൾ മാർക്സും ഫ്രെഡറിക് ഏംഗൽസും ചേർന്നാണ്. അപ്പോൾ കാൾ മാർക്സിൻ്റെ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സോഷ്യലിസത്തെ പ്രായോഗികവും ശാസ്ത്രീയവുമായിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രമായി മാറ്റിയതാരാണ്? കാൾ മാർക്സും ഫ്രെഡറിക് ഏംഗൽസും ചേർന്നാണ്. ഇത്രയാണ് ഈ ഒരു പാർട്ടിൽ നമ്മൾ പഠിക്കുന്നത്. ഇനി ഇതിൻ്റെ ഈ ഒരു ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗം നമ്മൾ അടുത്ത ക്ലാസ്സിലായിട്ട് നോക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി ആരെങ്കിലും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക്